ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ദുബൈയിൽ പോവുകയാണ്. ജസ്റ്റ് കുറേ നാളായി ആഗ്രഹിക്കുന്നു ദുബൈയിൽ പോകണമെന്ന്. ഫസ്റ്റ് ടൈം അല്ല, എന്നാലും കുറച്ച് നാളെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിത് മൂന്ന് മണി ആ ഒരു സമയത്ത് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 3 മണി സമയത്ത് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മംഗലാരത്തിനാണ് ഫ്ലൈറ്റ്. ഫൈനലി നമ്മൾ മംഗലാരം എത്തിയിട്ട് ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വെച്ചാൽ ഫസ്റ്റ് ആയിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. രാവിലെ 3 മണി 5 മണി ആയ സമയത്തായിട്ടും ഓനൊരു ക്ഷീണവും ഇല്ല. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ ക്യൂരിൽ നിന്നത് നല്ല ഒരു കുരുത്തക്കേടും കാണിക്കാൻ നല്ല കുട്ടികളുണ്ടായിട്ട് മൊത്ത സമയത്ത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചിട്ട് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ്. അപ്പോൾ ഇതാ നമ്മൾ പോവുകയാണ് കേട്ടോ. അതാണല്ലേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങുന്നത്. ചറാൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പി, ഒരു ടെൻഷനും ഇല്ല, പേടിയുമില്ല. നമ്മൾ വെച്ചാൽ പേടി അവർക്കൊന്നുമില്ല, നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഭയങ്കര ഹാപ്പിയായി. അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയായി. നമ്മളിതാ ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ നമ്മൾ സീറ്റെല്ലാം നോക്കിയിട്ട് ഇരുന്നു. എപ്പോഴത്തെയും പോലെ ബസ്സിലിരിക്കുന്ന പോലെയാണ് ഗൈസ്. എന്നെ ഒരു കേട്ടു എപ്പോഴും മൂളൊക്കെ ഞാനെടുത്ത് എപ്പോഴും മെയിൻ സംഭവം അതിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരാൾ വിൻഡോ സീറ്റിന് പോകണമെന്ന് വിൻഡോ സീറ്റിൽ ഇട്ടിട്ട് ക്ലൗഡ് കാണുന്നിട്ട് അത് കാണുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിതാ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇനി ആയിട്ടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നത് 9:30-10 മണി ആയ സമയത്താണ്. പക്ഷെ നമുക്കിനി ഫ്ലൈറ്റ് വൈകുന്നേരം 4:45 5 മണി ആ ഒരു സമയത്താണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. 7 മണിക്കൂറാണ് വരുന്നത്. ഇനിതാ നമ്മൾ എവിടെ നല്ല സ്ഥലത്ത് നോക്കിയിട്ടുള്ള ഇരിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ മുംബൈയിലാണ് ലാൻഡ് ചെയ്തത്. നെക്സ്റ്റ് അബുദാബിയിലേക്കാണ് പോകുന്നത്. ആസ് യൂഷ്വൽ അവർ 3 ഒക്കെ നേരത്തെ തന്നെയാണ്. ഇവിടെ എല്ലാവരും സെറ്റാണ്. എനിക്ക് ചെവി വേദനയും തണുപ്പോയി നടക്കായിരുന്നു. പിന്നെ ഞാൻ ഹെഡ്ഫോണിൽ വെച്ചിട്ട് കുറച്ച് ശരിയായി. ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലാണ്. ഭയങ്കര തണുപ്പായി. അവിടുത്തെ ലാസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു അരമണിക്കൂർ മുമ്പുള്ളൊരു വീടാണ് വെച്ചത്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയത്.
അങ്ങനെ ആഴ്ച നമ്മളിതാ അബുദാബിയിൽ ലാൻഡ് ചെയ്തു. അപ്പം അവൻ കടന്നുറങ്ങുക, അതിനോട് എണീപ്പിച്ച് ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. പപ്പനെ കാണാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആൾ. മൊത്തത്തിൽ ഭയങ്കര സ്പീഡിലായിരുന്നു. കുറച്ച് നടത്തമൊക്കെ അവിടെ നടന്നെത്തിയെത്തുന്നതെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര നമ്മൾ അബുദാബിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ലഗേജിൽ നോക്കാൻ ഒരാളുണ്ടായിന്. പക്ഷേ നമ്മളെ ലഗേജ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. സാറിൽ എന്തായാലും അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ലാതെ അടുത്ത് ഫ്ലൈറ്റൊന്നും ഡിലേ ഉണ്ടായിട്ട് കുറച്ച് സമയം ഒരു 7 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നേയുള്ളൂ. അതൊക്കെ എല്ലാം കരകെട്ടായിരുന്നത്. ഒരാൾ ഓടിപ്പോവാണ്, ഡോർ ഓടുത്തു പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓടിപ്പോവാ. എന്താ അതിൻ്റെ ഗൈസ് നമ്മൾ പാപ്പാനെ കണ്ടു, പക്ഷെ ഒരാൾ കണ്ടിട്ടില്ല. ഒരാളിങ്ങനെ തപ്പാണ്, ഒരാളിങ്ങനെ തപ്പി നടക്കാൻ കണ്ടിട്ടപ്പോൾ പാഞ്ഞു പോകുന്നതാണ്. ഓന് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് കണ്ടതാണ്. അതിങ്ങനെ നോക്കിയായിരുന്നു. പറഞ്ഞു നല്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആൾ പോയാണല്ലോ. ഓടിപ്പോയിട്ടുണ്ടോ അപ്പം അടുത്തേക്ക്. ഓന് ഭയങ്കര ഹാപ്പി. കാണിച്ചാൽ ഓൻ ജനിച്ചപ്പോൾ ഇത്ര കാര്യം അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നമ്മൾ അവിടുന്ന് നേരെ കാറിലേക്ക് പോവാണ് ഗൈസ്. ഇങ്ങനെയാ പറയേണ്ടതല്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നെക്സ്റ്റ് ഇതാ നമ്മൾ കാറ് കയറിയിട്ട് ഇനി ഷാർജയിലേക്കാണ് പോകുന്നത്. റൂമിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കില്ല ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. മന്തി കഴിച്ചിന്. പക്ഷെ മന്തി കഴിച്ചതിൻ്റെ നമ്മൾ ബർഗറും ജ്യൂസും തിന്നിന്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതാ എല്ലാവരും തിന്നാൻ തുടങ്ങിയിട്ട് ബർഗറും ജ്യൂസിൻ്റെ കുറച്ച് വീഡിയോ ഉള്ളൂ ഗൈസ്, ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ ഇനി ബാക്കി 2 മാസമുള്ള എല്ലാ ദുബായ് വ്ളോഗ്സായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞു പോന്നാലും ഒന്നും കൂടി പറയാൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.